ഹായ് ഓൾ, ലോമിനൻസ് ജോബ് സെക്യൂരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലീ 2024 ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആയിട്ടുള്ള GKയിലെ അവാർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നോക്കാൻ പോകുന്നത്. അവാർഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും 1-2 ചോദ്യം കാണാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1-2 ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അവാർഡ്സ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് 2024 ക്ലീ എക്സാമിലേക്കുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. പാറ്റേൺ ഈ 200 ക്വസ്റ്റ്യൻസ് ഉള്ളത് മാറ്റി 120 ക്വസ്റ്റ്യൻ ആക്കിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അതൊന്ന് ഫേസ് ചെയ്യണം. എങ്ങനെ ഫേസ് ചെയ്യണം, അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പുതിയ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് 120 ചോദ്യങ്ങളാണുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ 120 മിനിറ്റും 120 ചോദ്യങ്ങളും. ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 200 ചോദ്യങ്ങളായിരുന്നു 120 മിനിറ്റിൽ. അപ്പോൾ നമ്മൾ ഫെമിലിയർ അല്ലാത്ത ഒരു ടൈമും അതുപോലത്തെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതൊന്ന് ഫെമിലിയറൈസ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ലോമിനൻസ് ജോബ് സെക്യൂർ ഈ വരുന്ന August 10 ഓൾ കേരള മെഗാ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹു വോൺ ദി ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ജെനി എർപ്പൻബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഓത്തറിൻ്റെതാണ്. അവരുടെ ബുക്കിൻ്റെ പേര് വരുന്നത് കൈറോസ് ആണ്. ജർമ്മൻ ബുക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇംഗ്ലീഷിലുള്ള ബുക്സിന് മാത്രമാണ് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആൾ മൈക്കൽ ഹോഫ്മാൻ എന്ന് പറയുന്ന ആളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് ഓണേർഡ് വിത്ത് ദി പ്രസ്റ്റീജിയസ് നെൽസൺ മണ്ടേല അവാർഡ് 2024 ഹെൽത്ത് പ്രൊമോഷൻ. ഹെൽത്ത് പ്രൊമോഷന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ് നെൽസൺ മണ്ടേല അവാർഡ് എന്ന് പറയുന്നത്. അത് വിൻ ചെയ്തിട്ടുള്ളത് നിംഹാൻസ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വൺ ദി പ്രസ്റ്റീജിയസ് ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് 2024 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ആലോക് ശുക്ലയാണ്. ഈ ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് ഗ്രീൻ നൊബേൽ. ഗ്രീൻ നൊബേലിന് കൂടെ ഈ അവാർഡിന് ഒരു പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻ സി വരുമ്പോൾ പൂർണിമ ദേവി ബർമാൻ എന്നാണ്. അത് അവർ വിൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഓസ്കാർ. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വൈറ്റ്ലി ഗോൾഡ് അവാർഡ് 2024 വിന്നറാണ് പൂർണിമ ദേവി ബർമാൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയിലേക്ക് വരുന്നത് ശ്രീനിവാസ് ആർ എന്ന് പറയുന്ന ആൾ. ഷോ പ്രൈസ്. ഷോ പ്രൈസ് 2024 സയൻസ്, മെഡിസിൻ തുടങ്ങിയ ഫീൽഡ് കൊടുക്കുന്നതാണ് ഷോ പ്രൈസ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ 3 ഓപ്ഷൻസും വളരെ റെലവൻ്റ് ആയിട്ടുള്ള അവാർഡ് വിന്നേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഒരു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇന്ത്യൻ ഫിലിം വോൺ ദി പ്രസ്റ്റീജിയസ് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് അറ്റ് ദി 77th കാൻസ് ഫിലിം ഫെസ്റ്റിവൽ. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് വിൻ ചെയ്ത സമയത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു ന്യൂസ് ആയിരുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. നമ്മുടെ മലയാളി നടിമാരായിട്ടുള്ള കനി കുസൃതി അതുപോലെ തന്നെ ദിവ്യപ്രഭ തുടങ്ങിയവർ അഭിനയിച്ച പായൽ കപാഡിയ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അത് ഈ അവാർഡ് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യയിലെ ഫിലിം തന്നെയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടൊരു സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വൺ ദി ലോറിയസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് 2024. 2024 ലോറിയസ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത്, സ്പോർട്സ് കറണ്ട് അഫയേഴ്സ് ചെയ്യുന്ന സമയത്ത് നൊവാക് ജോക്കോവിച്ചിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്യുന്ന സമയം അദ്ദേഹം ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതും കൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു ടെന്നീസ് പ്ലെയർ എന്നുള്ള നിലയ്ക്ക് അച്ചീവ് ചെയ്യാവുന്നതിനുള്ള മാക്സിമം എല്ലാം അദ്ദേഹം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് കൂടെ അദ്ദേഹം അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഗ്രാൻഡ് സ്ലാംസ് ആണ്. അതിൻ്റെ കൂടെ ഒളിമ്പിക്സ് ഗോൾഡ് കൂടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡൻ സ്ലാം എന്നാണ് പറയുക. അത് അച്ചീവ് ചെയ്യുന്ന 5ാമത്തെ ടെന്നീസ് പ്ലെയറാണ് നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. അതിൽ ഓപ്ഷൻ ബി വരുന്നത് ലയണൽ മെസ്സിയാണ്. നമുക്കറിയാം 2023 ബാലൻ ഡിയോർ വിൻ ചെയ്തിട്ടുള്ളത് ലയണൽ മെസ്സിയാണ്. ഐറ്റാന ബൊൻമാറ്റി, അത് നമുക്കറിയാം ഫീമെയിൽ ബാലൻ ഡിയോർ വിൻ ചെയ്തിട്ടുള്ളത് ഐറ്റാന ബൊൻമാറ്റിയാണ്. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ലോറിയസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്ന ഒരു അവാർഡാണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ. അതിൻ്റെ വിന്നർ ഇംഗ്ലണ്ടിൻ്റെ ജൂഡ് ബെല്ലിംഗാം ആണ് വരുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഫിലിം വൺ ദി ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് ഓസ്കാർസ് 2024. 2024 ഏത് ഫിലിമിനാണ് ബെസ്റ്റ് ഫിലിം എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ.
നമുക്കെല്ലാവർക്കും അറിയാം ഓപ്പൺ ഹെയ്മർ ആണ് ഓപ്ഷൻ ബി. ഓപ്പൺ ഹെയ്മർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഒരുപാട് ഓസ്കാർ അവാർഡ്സ് വിൻ ചെയ്തിട്ടുണ്ട് ഈ വർഷം. അതിൽ ബെസ്റ്റ് ആക്ടറായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കിലിയൻ മർഫിയാണ് ബെസ്റ്റ് ആക്ടർ വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസിലേക്ക് നോക്കുന്ന സമയത്ത് എമ്മ സ്റ്റോൺ ആണ് പുവർ തിങ്സ് എന്ന് പറയുന്ന ഫിലിമിന്. കിലിയൻ മർഫി ഓപ്പൺ ഹെയ്മറിൽ അഭിനയിച്ചതിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് ആക്ടർ അവാർഡ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടറിൻ്റെ അവാർഡ് ക്രിസ്റ്റഫർ നോളനും വിൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്ന ഫിലിമിന് തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മിസ് വേൾഡ് 2024 വിന്നർ ആരാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ക്രിസ്റ്റീന പിഷ്കോവയാണ്, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ. ഈ വർഷം ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള മുംബൈയിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഇവൻ്റ് നടന്നിട്ടുണ്ടായിരുന്നു, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ. അതിൻ്റെ കൂടെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ് മിസ് വേൾഡ്, ഫസ്റ്റ് ഇന്ത്യൻ മിസ് വേൾഡ് പറയുന്നത് ആരാണെന്നുള്ളത് സ്ഥിരമായിട്ട് ചോദ്യപേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് റെയ്ത്ത ഫാരിയയാണ്. സ്ഥിരമായിട്ട് പല എൻട്രൻസ് എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ പേര് കൂടെ ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ റെയ്ത്ത ഫാരി ഏത് വർഷമാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ മിസ് വേൾഡ് ആയിട്ടുള്ളതെന്ന് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹു ഹാസ് ബീൻ അവാർഡഡ് ദി സരസ്വതി സമ്മാൻ 2023? 2023 സരസ്വതി സമ്മാൻ്റെ വിന്നർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് മലയാളി ആയിട്ടുള്ള പ്രഭാവർമ്മയാണ്, മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന വർക്കിനാണ് സരസ്വതി സമ്മാൻ വിൻ ചെയ്തിട്ടുള്ളത്. KK ബിർള ഫൗണ്ടേഷനാണ് എല്ലാ വർഷവും സരസ്വതി സമ്മാൻ, വ്യാസ് സമ്മാൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലിറ്റററീൻ്റെ ഫീൽഡിൽ കൊടുക്കുന്നത്. 2024 അബേൽ പ്രൈസിൻ്റെ വിന്നർ ആരാന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് മൈക്കൽ ടെലഗ്രാൻഡ് ആണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് മാത്തമെറ്റീഷ്യനാണ്. അത് ഈ അബേൽ പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോൺ ആസ് നൊബേൽ ഫോർ മാത്തമാറ്റീഷ്യൻസ്. നമുക്കെല്ലാവർക്കും അറിയാം മാത്തമാറ്റിക്സ് ഒരു കാറ്റഗറി അല്ല നൊബേൽ പ്രൈസിൽ, ബാക്കി 6 കാറ്റഗറീസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അബേൽ പ്രൈസ് ആണ് നൊബേൽ പ്രൈസ് ഫോർ മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഹു ഹാസ് ബീൻ ഓണേർഡ് വിത്ത് ദി ഭൂട്ടാൻസ് ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപോ? ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപോ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് ഭാരത് രത്ന. അതുപോലെ ഭൂട്ടാൻ്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണറായിട്ട് വരുന്നതാണ് ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപോ എന്ന് പറയുന്നത്. അത് വിൻ ചെയ്തിട്ടുള്ളത് ഈ വർഷം നരേന്ദ്രമോദിയാണ്. ആദ്യമായിട്ടാണ് ഭൂട്ടാൻ്റെ ഹിസ്റ്ററിയിൽ ഒരു ഫോറിനർക്ക് ഈ അവാർഡ് കൊടുക്കുന്നത്. അത് വിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. കഴിഞ്ഞ ചോദ്യത്തിൽ ഭൂട്ടാൻ്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണറിനെ പറ്റി പറഞ്ഞു. അടുത്ത് നമുക്ക് ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള ഭാരത് രത്ന റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2024 എത്ര പേർക്കാണ് ഭാരത് രത്ന കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 5 ആണ് ആൻസർ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 പേർക്ക് ഒരു വർഷം ഭാരത് രത്ന കൊടുക്കുന്നത്. അത് വിൻ ചെയ്തിട്ടുള്ള ആളുകൾ കർപ്പൂരി താക്കൂർ, അതുപോലെ തന്നെ LK അദ്വാനി, MS സ്വാമിനാഥൻ, ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു തുടങ്ങിയ 5 പേരാണ് ഈ വർഷത്തെ ഭാരത് രത്ന വിൻ ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ ഇന്ത്യയിലെ ഹയസ്റ്റ് ലിറ്റററി അവാർഡായിട്ടുള്ള ജ്ഞാനപീഠ വിന്നർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ വർഷം 2 പേരാണ് ജ്ഞാനപീഠ അവാർഡ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഗുൽസാറും അതുപോലെ തന്നെ ജഗദ്ഗുരു രാമഭട്ടാചാര്യ, ഇവർ 2 കൂടെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബോത്ത് B and C എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ജ്ഞാനപീഠം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇയർ 1965 ആണ്. അതുപോലെ തന്നെ അതിനൊരു കാര്യം കൂടെ നോക്കാനുള്ളത് 58th അവാർഡാണ് ഈ വർഷം കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമുക്കെല്ലാവർക്കും മലയാളി എന്നുള്ള രീതിക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് വിന്നർ ആരാണെന്നുള്ളത്. അറിയുന്ന ആളുകൾ അതൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഭാരത് രത്ന പറഞ്ഞു ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ. അത് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ സെക്കൻഡ് വരുന്നതാണ് പത്മ അവാർഡ്സ്. അതിലാദ്യം വരുന്നതാണ് പത്മവിഭൂഷൺ, അത് കഴിഞ്ഞ് പത്മഭൂഷൺ, പത്മശ്രീ, അങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് പത്മ അവാർഡ്സ് കൊടുക്കുന്നത്. ഈ വർഷം ടോട്ടൽ എത്ര പത്മ അവാർഡ്സ് കൊടുത്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ ആൻസർ 132 ആണ്. പത്മവിഭൂഷൺ എന്ന് വരുന്ന സമയത്ത് 5 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. പത്മഭൂഷൺ 17 പേർക്ക്, അതുപോലെ തന്നെ പത്മശ്രീ 110 പേർക്കുമാണ് ഈ വർഷം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 132 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഈ വർഷത്തെ ഫിലിം ഫെയർ അവാർഡിൽ ബെസ്റ്റ് ഫിലിം ഏത് ഫിലിമിനാണ് വിൻ ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി 12th ഫെയിൽ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതിൽ ബെസ്റ്റ് ആക്ടർ മെയിൽ കിട്ടിയിട്ടുള്ളത് രൺബീർ കപൂർ, അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ ആലിയ ഭട്ടിനുമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് റിപ്പബ്ലിക് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യുസാറ്റ് എക്സാമിന് നമ്മളെല്ലാവരും കണ്ടതാണ് റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്ലീൽ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്റ്റേറ്റ് ഹാസ് വൺ ദി ബെസ്റ്റ് സ്റ്റേറ്റ് ടാബ്ല്യൂ അവാർഡ് അറ്റ് ദി റിപ്പബ്ലിക് ഡേ പരേഡ് 2024? അതിൻ്റെ ആൻസർ വരുന്നത് ഒഡീഷയാണ്. അത് ഒഡീഷയുടെ ടാബ്ല്യൂവിൻ്റെ തീം വരുന്നത് വിമൻ എംപവർമെൻറ്റ് ഇൻ വികസിത് ഭാരത് എന്നാണ്. അത് സ്റ്റേറ്റിൻ്റെ കാറ്റഗറിയിലാണ്.
മിനിസ്ട്രീസിൻ്റെ കാറ്റഗറിയിലും പരേഡ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ മിനിസ്ട്രി ഓഫ് കൾച്ചറാണ് വിൻ ചെയ്തിട്ടുള്ളത്. ആ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ടാബ്ലിയുടെ തീം വരുന്നത് ഭാരത് മദർ ഓഫ് ഡെമോക്രസി എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ആയിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡിൻ്റെ വിന്നർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി ആണ്. സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി അവരാണ്. ബാഡ്മിൻ്റൺ ഡോ ആണ് അവർ ഇവൻ്റ് വരുന്നത്. ഒരുപാട് റെക്കോർഡ്സ് ഈ വർഷം അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓപ്പൺസിൽ വിൻ ചെയ്തിട്ടുണ്ട്, ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത്. അപ്പോൾ ഈ പേരൊന്ന് ബൈഹാർട്ട് ചെയ്യുക, സാത്വിക് സായിരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. അതിൽ ഓപ്ഷൻ എയിൽ കാണുന്ന മുഹമ്മദ് ഷാമി, ഒരുപാട് പേര് മാറിപ്പോയിട്ട് അവർക്കാണോ മുഹമ്മദ് ഷാമിക്കാണോ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് കിട്ടിയെന്നുള്ളൊരു സംശയമുണ്ട്. മുഹമ്മദ് ഷാമിക്ക് കിട്ടിയിട്ടുള്ളത് അർജുന അവാർഡാണ്. അർജുന അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണറാണ്. അടുത്ത ചോദ്യം, ഹു വൺ ദി ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ? ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവരും വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ജമ്പ് ചെയ്ത് പോകാനൊരു ചാൻസ് ഉണ്ട്. വിരാട് കോഹ്ലി ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ്. ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ്. അതായത് വൺ ഡേ ഇൻ്റർനാഷണൽ ഫോർമാറ്റിൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ടാണ് വിരാട് കോഹ്ലിയെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓവറോൾ എല്ലാ കാറ്റഗറിയിലേക്കും വരുന്ന സമയത്ത് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് പാറ്റ് കമ്മിൻസിനെയാണ്, ഓസ്ട്രേലിയയുടെ. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്ന് നോക്കുന്ന സമയത്ത് ഉസ്മാൻ ഖവാജയാണ് സെലക്ട് ആയിട്ടുള്ളത്. അടുത്തൊരു നൊബേൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹു വൺ ദി നൊബേൽ പ്രൈസ് 2023 ഇൻ എക്കണോമിക്സ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ക്ലോഡിയ ഗോൾഡിൻ ആണ്. ഒരു സ്പെല്ലിംഗ് എററാണ്. ക്ലോഡിയ ഗോൾഡിൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതിൽ ഓപ്ഷൻ സിയിൽ കാണുന്ന ജോൺ ഫോസെ ലിറ്ററേച്ചറിനുള്ള ഈ വർഷത്തെ നൊബേൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ആളാണ്. ഓപ്ഷൻ ഡി, നർഗേസ് മുഹമ്മദി. ഏറെ വിവാദങ്ങളും വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളായിരുന്നു നർഗേസ് മുഹമ്മദി. അവരാണ് ഈ വർഷത്തെ പീസ് കാറ്റഗറിയിലുള്ള നൊബേൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ളത്. 3 കാറ്റഗറി നമ്മളിവിടെ പറഞ്ഞു. ഒരു 3 കാറ്റഗറി കൂടെയാണ് ബാലൻസ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടോളൂ. നമുക്കിനി കേരളത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ക്ലീലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കേരള ജ്യോതി റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ കൊടുക്കുന്ന ഹയസ്റ്റ് അവാർഡ്സും ലിറ്റററി അവാർഡ്സ് തുടങ്ങിയ കുറച്ച് അവാർഡ്സിലേക്ക് ഇനി പോകാം. കുറച്ച് പ്രധാനപ്പെട്ട അവാർഡ്സും അതിൻ്റെ ഈ വർഷത്തെ വിന്നേഴ്സും നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് എഴുത്തച്ഛൻ അവാർഡാണ്. കേരളത്തിലെ ഹയസ്റ്റ് ലിറ്റററി ഓണറാണ് എഴുത്തച്ഛൻ അവാർഡ്. അത് വിൻ ചെയ്തിട്ടുള്ളത് SK വസന്തനാണ്. വയലാർ അവാർഡിലേക്ക് പോകുന്ന സമയത്ത് ശ്രീകുമാരൻ തമ്പിയാണ്. ഓടക്കുഴൽ അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ്. ONV സാഹിത്യ അവാർഡിലേക്ക് വരുന്ന സമയത്ത് പ്രതിഭ റായി ആണ്. അതുപോലെ തന്നെ JC ഡാനിയൽ അവാർഡിലേക്ക് വരുന്ന സമയത്ത് വിൻ ചെയ്തിട്ടുള്ളത് TV ചന്ദ്രനാണ്. കേരള അവാർഡ്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ചോദിച്ചത് 2022 അതായത് കേരള ജ്യോതി അവാർഡ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഹയസ്റ്റ് ഓണററി അവാർഡ് കേരള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആദ്യത്തെ വിന്നർ ആരാന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം വന്നത്. ഈ വർഷത്തെ വിന്നർ ആരാന്ന് നോക്കുന്ന സമയത്ത് T പത്മനാഭനാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചുകൊണ്ട് ഈ വർഷവും കേരളത്തിൽ ഒരു അവാർഡ്സ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കേരള ജ്യോതി എന്ന് പറയുന്ന ഒരാൾക്കാണ് കൊടുക്കാറ്. കേരള പ്രഭ 3 പേർക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കേരള ശ്രീ 5 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ മാത്രമല്ല, അത് ഒരുപാട് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ഉണ്ട്. എന്നാലും വരാൻ ചാൻസ് ഉള്ള മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ജോബ് സെക്യൂർ ഇങ്ങനെ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രിപ്പറേഷന് കൂടെ GK നോക്കുന്ന സമയത്ത് വേണം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മെൻഷൻ ചെയ്യാത്ത അവാർഡ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓൺ പ്രിപ്പറേഷനിലൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ലോമിനൻസ് ജോബ് സെക്യൂരിയുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.